ദക്ഷയും ദേവും പതിയെ പതിയെ ഫോൺ വിളികളും മെസ്സേജ് അയക്കലും ഒക്കെ തുടങ്ങിയിരുന്നു. ദേവു രണ്ടാൾക്കും കട്ട സപ്പോർട്ടാണ്. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. എല്ലാവരും ഒരുപോലെ കാത്തിരുന്ന കോളേജ് ഡേ വന്നെത്തി. എല്ലാവരും വളരെ ത്രില്ലിലാണ്. ഓരോരുത്തരും അവരുടെ പ്രോഗ്രാമുകളിൽ ബിസിയായി തുടങ്ങി. പലരും ഒന്നിലുമില്ലെങ്കിലും ക്ലാസ് കട്ട് ചെയ്ത് നടക്കലായിരുന്നു. അതിനൊക്കെ വിരാമം ഇട്ടുകൊണ്ട് എല്ലാവരും അന്നേ ദിവസം ഒത്തുകൂടി. ദേവ് റോയൽ ബ്ലൂ ഷർട്ട് അതേ കര മുണ്ടും ആയിരുന്നു വേഷം. പതിവ് പോലെ കയ്യിൽ ദക്ഷയുടെ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. ദക്ഷ പിങ്ക് കളർ ഒറ്റ കളർ ചുരിദാറായിരുന്നു. നന്ദയും ദേവുവും നിഴൽ പോലെ അവൾക്കൊപ്പം കൂടെയുണ്ട്. നന്ദയും ദേവുവും ഇപ്പോൾ നല്ല കമ്പനിയാണ്. ദേവുവിന് ദീക്ഷിത്തിനോട് എന്തോ തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്ന് ദക്ഷ മനസ്സിലാക്കി. കാരണം ഒരു കാരണവും കൂടാതെ അവളുടെ വീട്ടിലേക്കുള്ള വരവും ഏട്ടനെ വായി നോക്കിയിരിക്കുന്ന പതിവും എല്ലാം ഇപ്പോഴും ഉണ്ട്. കോളേജിൽ എല്ലാവരും തിരക്കുകളിൽ ഏർപ്പെട്ടു. പ്രോഗ്രാം തുടങ്ങി എല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് വന്നു ചേർന്നു. ഒരു കൂട്ടം സ്റ്റുഡൻസ് സെൽഫി എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെയായി. ദക്ഷയും നന്ദിയും ദേവുവും ഒരുമിച്ച് കൂട്ടായി ഓഡിറ്റോറിയത്തിലിരുന്നു. അപ്പോഴാണ് മഹി അവളെ പുറത്തേക്ക് വിളിപ്പിച്ചത്. ദക്ഷ അവരോട് പറഞ്ഞ് പുറത്തേക്ക് പോയി. എന്താ മഹിയേട്ടാ? ദേ അവിടെ ഒരാൾ തന്നെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. എന്തോ അത്യാവശ്യം ഉണ്ടെന്നാ പറഞ്ഞേ. മഹി ലൈബ്രറിയിലേക്ക് ചൂണ്ടിക്കാണിച്ചു. ആര്? മഹി ഒരു ചിരി മാത്രം അവൾക്ക് നൽകി അവിടെ നിന്നും പോയി. അന്നത്തെ അപകടം ഓർമ്മയുള്ളതുകൊണ്ട് ദക്ഷ ഇപ്പോൾ ഒരു ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയായി മാറി. അതുകൊണ്ട് ഒന്ന് കരുതിയാണ് അവൾ മുന്നോട്ട് നടന്നത്. പെട്ടെന്ന് അവളെ ആരോ ഒരു മുറിയിലേക്ക് വലിച്ചു കയറ്റി. വെയിൽ നല്ലതുപോലെ ഉള്ളിലേക്ക് തട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അധികം പേടിയുണ്ടായില്ല അവൾക്ക്. എങ്കിലും അവൾ അവളുടെ കണ്ണുകൾ മുറുക്കെ അടച്ചു പിടിച്ചിരുന്നു. പെട്ടെന്ന് അവൻ അവളുടെ തോളിൽ തലവെച്ച് അവളുടെ കാതോരം പറഞ്ഞു, ഐ ലവ് യു പൊന്നു. അവൻ അത് പറഞ്ഞതും അവളുടെ തോളിൽ അവൻ്റെ ചുംബനം പതിഞ്ഞു. ഞെട്ടിത്തരിച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ തന്നെ നോക്കി ചിരിച്ച് നടന്നു പോകുന്ന ദേവിനെയാണ് അവൾ കണ്ടത്. ദേവേട്ട! ആ പേര് പറയുമ്പോൾ ഉള്ളിൽ നിന്നും നുരഞ്ഞു പൊന്തിയ സന്തോഷം അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീറായി പുറത്തേക്കൊഴുകിയിരുന്നു. ഒന്ന് ചെന്ന് കെട്ടിപ്പിടിച്ച് അവളുടെ സന്തോഷം പങ്കുവെക്കണം എന്നവൾക്ക് തോന്നി. അപ്പോഴേക്കും അവൻ അവളുടെ കണ്ണുകളിൽ നിന്നും മറഞ്ഞിരുന്നു. കഴിഞ്ഞ നിമിഷങ്ങൾ വിശ്വസിക്കാനാവാതെ അവളൊരു മായാലോകത്തായിരുന്നു. നടന്ന് ക്ലാസ്സിന് പുറത്ത് വന്നപ്പോഴാണ് തന്നെയും മുന്നിൽ നടന്നു പോകുന്ന ദേവിനെയും പക നിറഞ്ഞ കണ്ണുകളിൽ നോക്കുന്ന വൈശാഖിനെ കണ്ടത്. എന്തായി മോളെ? നന്ദയും ദേവുവും ഒന്ന് കളിയാക്കി ചോദിച്ചു. പക്ഷേ അതൊന്നും കേൾക്കാതെ അവൾ ഇപ്പോഴും അവളുടെ ദേവേട്ടനെ ഓർത്തിരുന്നു. പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ട് പോലും അവളുടെ ബോധം വന്നിരുന്നില്ല. ദേവുവും നന്ദയും കുലുക്കി വിളിച്ചുണർത്തിയപ്പോഴാണ് അവൾക്ക് ബോധം വീണത്. ഈ പിന്നിത് ഏത് ലോകത്താ? ദേവു ചോദിച്ചു. ആവോ, നന്ദ പറഞ്ഞു. എടി നിനക്കെന്താ പറ്റിയേ? അത് പിന്നെ ഏട്ടൻ. ദേവുവിൻ്റെ ചോദ്യത്തിന് വാക്കുകൾ മുഴുമിപ്പിക്കാതെ ദക്ഷ മറുപടി നൽകി. ഏട്ടനോ? ഏതേട്ടൻ? നീ എന്തൊക്കെയാ പറയുന്നേ? നന്ദ ചോദിച്ചത് കേൾക്കാതെ ദക്ഷ നിന്നത് കണ്ട് കിളിപോയി അവസ്ഥയിൽ നന്ദ ബസ് കയറി. കോളേജിൽ നിന്നും വീട്ടിലേക്ക് പോകും വരെ അവൾക്ക് ഒരു നോക്ക് കാണാൻ പോലും ദേവ് നിന്നുകൊടുത്തില്ല എന്ന പരാതി അവളിൽ നിന്നിരുന്നു. അപ്പോഴാണ് ഒരു കാർ ദേവുവിനും ദക്ഷയ്ക്കും മുന്നിൽ ബ്രേക്ക് ചവിട്ടിയത്. കാറിൽ നിന്നും ദേവ് പുറത്തു വന്നത് കണ്ട് പരിസരബോധമില്ലാതെ ദക്ഷ സന്തോഷത്തോടെ വിളിച്ചു, ദേവേട്ടാ. അത് കേട്ട് അന്തം വിട്ട് ദേവു അവനെ നോക്കി. അവൻ കണ്ണുകൊണ്ട് ദേവുവിനോട് കാറിൽ കയറാൻ പറഞ്ഞു. ഇപ്പോഴും കുഞ്ഞുകുട്ടിയുടെ നിഷ്കളങ്കതയോടു കൂടി അവനെ നോക്കുന്ന പൊന്നുവിനെ കണ്ടപ്പോൾ അവന് ഒരുപാട് വാത്സല്യം തോന്നി. അവൻ അവളുടെ കൈ പിടിച്ചപ്പോഴാണ് ദക്ഷ പെട്ടെന്ന് പരിസരബോധത്തോടു കൂടി പെരുമാറാൻ തുടങ്ങിയത്. ഞാൻ ബസ്സിൽ പൊക്കോളാം. അപ്പോഴേക്കും ദേവിൻ്റെ ഫോൺ റിങ് ചെയ്തു. അവൻ ആ കോൾ എടുത്ത് ദക്ഷയ്ക്ക് നേരെ നീട്ടി. ഹലോ എടി, അച്ഛൻ ഓഫീസിലൊരു ആവശ്യത്തിന് വേണ്ടി പോയേക്കുവാ. വരാൻ ലേറ്റാവും. പിന്നെ അമ്മയും ഞാനും കൂടെ അമ്മയുടെ ഒരു കൂട്ടുകാരി വയ്യാതെ കിടക്കുന്നില്ലേ, അവരെ കണ്ടിട്ട് വരാം. ലേറ്റാകും. അതുവരെ നീ അവരുടെ കൂടെ നിന്നാൽ മതി. ദേവ് കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കും ധൈര്യമാണ്. അതാ. അതും പറഞ്ഞ് ദീക്ഷിത്ത് ഫോൺ വെച്ചു. ദക്ഷയൊന്ന് മൂളി. കോള് കട്ടായി കഴിഞ്ഞ് അവൾ ഫോൺ തിരികെ കൊടുത്തു. അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അധികാരത്തോടെ പുറകിലെ ഡോർ തുറന്ന് അവളെ കയറ്റി തിരിച്ച് ഡ്രൈവിംഗ് സീറ്റിലിരുന്നു. കട്ടുറും പാവണ്ട എന്ന് കരുതി ഫോണിൽ ഇയർഫോൺ കുത്തി പാട്ട് വെച്ച് കണ്ണടച്ച് ദേവ് കിടന്നു.
അവളുടെ അടച്ച കണ്ണിൽ നിറയെ അവളുടെ അപ്പുവേട്ടനായിരുന്നു നിറഞ്ഞു നിന്നത്. കാർ സ്റ്റാർട്ട് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് കണ്ണാടിയിൽ കൂടി തന്നെ കുസൃതി നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് നോക്കുന്ന ദേവിനെ കണ്ടപ്പോൾ ദക്ഷയ്ക്ക് മുഖമുയർത്താൻ പോലും നാണമായിരുന്നു. കാർ ദേവിൻ്റെ വീടിന് മുൻപിലെത്തി. എല്ലാവരും ഇറങ്ങി. പുറത്തേക്ക് വന്ന ധന്യ ദക്ഷയെ സന്തോഷത്തോടെ വിളിച്ചുകൊണ്ടുപോയി. മോളെ, ഇത് അപ്പു തന്നതാ, മോൾക്ക് ഫ്രഷ് ആവാനുള്ള ഡ്രസ്സ്. ധന്യ പറഞ്ഞത് കേട്ട് ഒരു ചിരിയോടെ പൊന്നു ബാഗ് വാങ്ങി. ദേവു അവളെയും കൊണ്ട് മുകളിലേക്ക് കയറി. തൻ്റെ ദേവേട്ടനെ തിരിഞ്ഞു നോക്കാൻ അവൾ മറന്നില്ല. വേഗം ഫ്രഷായി വാ, അമ്മ ചായ എടുക്കാം, ധന്യ അടുക്കളയിൽ നിന്നും ഉറക്കെ പറഞ്ഞു. ദേവ് മുകളിലേക്ക് ചെന്ന് ഫ്രഷായി താഴേക്ക് പോന്നു. ദക്ഷയ്ക്ക് ഗസ്റ്റ് റൂം കൊടുത്ത് ദേവു അവളുടെ മുറിയിലേക്ക് ചെന്നു. ദക്ഷ ഒരു ഗ്രീൻ ടോപ്പും പിങ്ക് പാട്ടിയാല പാൻറ്റും ഇട്ടു. നനഞ്ഞ മുടി കുളിപ്പിന്നിയിട്ട് കണ്ണൊന്ന് ചെറുതായി കറപ്പിച്ച് ചെറിയൊരു പൊട്ടും കുത്തി. ദേവു ഒരു പാവാടയും ടോപ്പും ഇട്ട് മുടി ബൺ ചെയ്ത് മുകളിലേക്ക് ഉയർത്തി കെട്ടിവെച്ചു. താഴേക്ക് വന്ന പൊന്നു ചായ എടുക്കാൻ ധന്യയെ സഹായിച്ചു. ഒപ്പം ഉള്ളിവടയും ഉണ്ടായിരുന്നു. ചായ എടുത്തു വെച്ചപ്പോൾ ധന്യ മൊബൈലിൽ കുത്തിയിരിക്കുന്ന ദേവുവിനോട് ദേവിനെ വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. എങ്കിലും അവളത് സ്നേഹപൂർവ്വം നിരസിച്ചു. ഞാൻ പോയി വിളിക്കാം അമ്മേ. അവൻ ഗാർഡനിലാവും മോളെ, ഇവിടെ നിന്ന് വിളിച്ചാൽ കേൾക്കില്ല, അതാ ഇവളോട് പറഞ്ഞത്. അത് സാരമില്ലമ്മേ, ഞാൻ പോയി വിളിക്കാം. ഗാർഡനിൽ നിന്ന് ആരോടോ ഫോൺ ചെയ്യുകയാണ് ദേവ്. ബ്ലാക്ക് ടീഷർട്ടും വൈറ്റ് ട്രെച്ചൂട്ടുമാണ് വേഷം. തിരിഞ്ഞു നിന്നാണ് ഫോൺ വിളിക്കുന്നത്. അവളുടെ ഉള്ളൊന്ന് പിടഞ്ഞു. ദേവേട്ടാ. അവളുടെ വിളി കേട്ട് തിരിഞ്ഞ് 1 മിനിറ്റ് എന്ന് വിരലുയർത്തി കാണിച്ചു. അവൻ സ്റ്റോൺ ബെഞ്ചിൽ ഇരുന്ന് അവളെ അടുത്തേക്ക് വിളിച്ചു. അവൾ മടിച്ചു നിന്നു. അപ്പോഴേക്കും അവൻ കോൾ കഴിഞ്ഞ് എഴുന്നേറ്റു. എന്താ? അമ്മ ചായ കുടിക്കാൻ വിളിക്കുന്നു. അവൻ ഒരു ചിരിയോടെ അവളുടെ കയ്യിൽ കോർത്ത് പിടിച്ച് മുന്നോട്ട് നടന്നു. അവൻ്റെ ഓരോ പ്രവർത്തികളും അവളെ അവനിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. ചായ കുടിക്കാനിരുന്നപ്പോഴും ദേവിൻ്റെ ശ്രദ്ധ പൊന്നുവിലാണ്. ധന്യ അടുത്തുണ്ടെങ്കിലും ദേവ് അതൊന്നും ശ്രദ്ധിക്കാതെ പൊന്നുവിൻ്റെ മുഖം മാത്രം നോക്കിയിരുന്നു. പൊന്നുവിൻ്റെ മുഖം നാണം കൊണ്ട് തുടുത്തു. ചായ കുടി കഴിഞ്ഞ് ദേവ് ഗാർഡനിലേക്ക് തന്നെ പോയി. ധന്യയെ കിച്ചണിൽ ഹെൽപ്പ് ചെയ്ത് പൊന്നു നിന്നത് കണ്ട് ധന്യയ്ക്ക് ഒരുപാട് സ്നേഹം തോന്നി. ദേവുവിനെ ഇതൊന്നും ബാധിക്കുന്നില്ല. അവൾ അവളുടെ ലോകത്താണ്. ശങ്കർ അന്ന് പോയതിൽ പിന്നെ വന്നിട്ടില്ല. മതി മോളെ, ബാക്കി അമ്മ ചെയ്തോളാം. മോള് പോയി ചുറ്റിലുമൊക്കെ ഒന്ന് കണ്ടിട്ട് വാ. ഗാർഡൻ ശരിക്കും കണ്ടിട്ടില്ലല്ലോ, പോയി കണ്ടിട്ട് വാ. ഇപ്പോൾ അവിടെ നല്ല രസമാണ്, നല്ല കാറ്റും തണുപ്പും ഉണ്ടാവും. ചെല്ല. ശരി അമ്മേ. പൊന്നു ഗാർഡനിൽ ചെന്നപ്പോൾ ആരോ ആയി വീഡിയോ കോളിംഗാണ് ദേവ്. അവനെ ശല്യം ചെയ്യണ്ട എന്ന് വിചാരിച്ച് പൊന്നു തിരികെ നടന്നു. പൊന്നു. ആ വിളി കേട്ടതും പൊന്നുവിൻ്റെ ഹൃദയമിടിപ്പ് കൂടി. അവൾ തിരിഞ്ഞു നോക്കി. കോളെല്ലാം കഴിഞ്ഞ് അവളെ നോക്കി സ്റ്റോൺ ബെഞ്ചിലിരിക്കുന്ന ദേവിനെയാണ് കണ്ടത്. ഇനി വാടോ, അവൻ അവളെ വിളിച്ചു. അവൾക്ക് എന്തോ ചമ്മലായിരുന്നു അങ്ങോട്ട് ചെല്ലാൻ. വേഗം നടക്കടി പെണ്ണേ, അവൻ ഒരു ചിരിയോടെ പറഞ്ഞു. അവൾ അവൻ്റെ അടുത്ത് വന്ന് നിന്നു. ഇനി ഇരിക്കാൻ പ്രത്യേകം പറയണോ? അവൾ അവൻ്റെ അടുത്ത് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിരുന്നു. അവൻ അവളെ കുറച്ചു നേരം നോക്കിയിരുന്നു. പുറകിലൂടെ അവളുടെ ഇടുപ്പിൽ കൈ ചേർത്ത് വലിച്ച് അവൻ്റെ അടുത്തേക്ക് ഒട്ടിയിരുത്തി. പെട്ടെന്നുള്ള പ്രവൃത്തിയായതുകൊണ്ട് പൊന്നു ഒന്ന് പകച്ച് അവനെ നോക്കി. അവൻ അവൻ്റെ നെറ്റി അവളുടെ നെറ്റിയിൽ മുട്ടിച്ചു. ഇഷ്ടമല്ലേ പെണ്ണെ നിനക്കെന്നെ? അവൾ ഒരു ഞെട്ടലോടെ അവൻ്റെ കണ്ണുകളിൽ നോക്കി. ഇടുപ്പിലെ കൈ ബലം കൂടിയപ്പോൾ ആകെ തളരുന്ന പോലെ അവൾക്ക് തോന്നി. മിന്നൽ വേഗത്തിൽ അവളുടെ ശരീരം മുഴുവൻ ഒരു കുളിര് പാഞ്ഞു. ഒരു ജന്മം മൊത്തം അതുപോലെ ഇരിക്കാൻ അവളുടെ ഹൃദയം ഒരുപാട് ആഗ്രഹിച്ചു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ ലക്ഷ്യം വെച്ച് അടുത്തേക്ക് വന്നത് കണ്ട് അവളുടെ ഹൃദയമിടിപ്പ് കൂടി. അവൾ വേഗം ചരിച്ചു പിടിച്ചു. അവൻ്റെ ശ്വാസം ഇപ്പോൾ അവളുടെ കഴുത്തിൽ പതിഞ്ഞു വരുന്നത് അവൾ അറിഞ്ഞു. പെട്ടെന്ന് അവനിൽ നിന്നും വിട്ടുമാറി അവൾ ബെഞ്ചിൻ്റെ അറ്റത്തേക്ക് നീങ്ങിയിരുന്നു. അവൾ കിതയ്ക്കുന്നുണ്ടായിരുന്നു, ഒപ്പം മുഖത്തെ നാണവും. പൊന്നു. കുറച്ചു നേരത്തെ ഇടവേളയ്ക്ക് ശേഷം അവൻ വിളിച്ചു. അപ്പോഴാണ് പൊന്നുവിനെപ്പറ്റി ദേവു പറഞ്ഞത് ദക്ഷയോർത്തത്. അവൾ സംശയത്തോടുകൂടി അവനെ നോക്കി. എന്തിനാ എന്നെ പൊന്നു എന്ന് വിളിക്കുന്നേ? അന്ന് ദേവു പറഞ്ഞ പൊന്നുവിനെ മറന്നു ഏട്ടൻ? നിഷ്കളങ്കതയോടു കൂടിയുള്ള അവളുടെ സംസാരം അവനെ അവളിലേക്ക് കൂടുതൽ അടുപ്പിച്ചു നിർത്തി. അവൻ കുറച്ച് അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. എന്തിനാ എന്നോട് ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞേ? ഇഷ്ടമായതുകൊണ്ട്.
ദേവ് തെല്ല് ഗൗരവത്തോടു കൂടി പറഞ്ഞു. അപ്പോൾ പൊന്നുവോ? ദേ ഇരിക്കുന്നു എൻ്റെ മുന്നിൽ. അവൾ ഒന്നും മനസ്സിലാകാതെ അവനെ നോക്കി. അവനൊരു ചിരിയോടെ അവളുടെ കൈ പിടിച്ചു വലിച്ച് അവളെ അവനിലേക്ക് അടുപ്പിച്ചു. എല്ലാം എൻ്റെ പൊന്നു താനേ അറിയും, ദേവ് അവളുടെ മൂക്കിൽ തട്ടി പറഞ്ഞു. ശരിക്കും ഇഷ്ടമാണോ എന്നോട്? നിനക്കിഷ്ടമാണോ അത് പറയാദ്യം. എന്താ കാര്യം പറവണ്ണേ. ഇഷ്ടം ഒരുപാട്. അത് കേട്ടാൽ മതി എനിക്ക്. നീ എൻ്റെ പൊന്നുവ. എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ, അത് നീയാണ് എൻ്റെ പൊന്നു. അവൻ അത് പറഞ്ഞ് അവളുടെ നെറുകിൽ ചുംബിച്ചു. അവൾ തെല്ല് നാണത്തോടെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. നഷ്ടപ്പെട്ടതെന്തോ തിരിച്ചു കിട്ടിയ സന്തോഷമായിരുന്നു അവൾക്കപ്പോൾ. അനുവാദമില്ലാതെ മഴത്തുള്ളികൾ ഭൂമിയിലേക്ക് പതിച്ചു തുടങ്ങി. കുറച്ചു നേരം അവിടെ ഇരുന്ന് മഴ കനത്തപ്പോൾ അവർ അകത്തേക്ക് പോയി. സമയം പോയിക്കൊണ്ടിരിക്കുന്നു. ദേവുവും ദക്ഷയും വീട്ടിലെ ആൽബം കണ്ടിരിക്കുകയായിരുന്നു. ഡിന്നർ കഴിച്ചു കഴിഞ്ഞ് ദേവിൻ്റെ നിർദ്ദേശപ്രകാരം ദേവു തലവേദനയാണെന്ന് പറഞ്ഞ് കിടക്കാൻ പോയി. ടെറസിൽ ആകാശം നോക്കി ദേവിനെപ്പറ്റിയും പൊന്നു എന്ന വ്യക്തിയെപ്പറ്റിയും അവൾ ആലോചിച്ചു. എല്ലാം കൂടി കണക്ട് ചെയ്യാൻ അവൾ ഒരുപാട് ബുദ്ധിമുട്ടി. പെട്ടെന്നാണ് 2 കരങ്ങൾ അവളുടെ ഇടുപ്പിൽ പിടുത്തമിട്ടത്. ദേവാണെന്ന് മനസ്സിലാക്കി അവൾ തിരിഞ്ഞു നിന്നു. ഓരോന്നാലോചിച്ച് കൂട്ടേണ്ട സമയമാകുമ്പോൾ എല്ലാം നീ താനെ അറിയും. അവൾ മറുപടി ഒരു ചിരിയിലൊതുക്കി ഗേറ്റ് കടന്നു വരുന്ന അപ്പുവിൻ്റെ ബൈക്ക് കണ്ട് പൊന്നു താഴേക്ക് ചെല്ലാൻ തുടങ്ങിയതും അവളുടെ കൈ പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് അവളെ അടുപ്പിച്ചു. അവളുടെ മുഖം നിറയെ ചുംബനം കൊണ്ട് മൂടി. എല്ലാവരോടും യാത്ര പറഞ്ഞ് അവൾ ദേവിനെ നോക്കി ചിരിച്ചു. അപ്പുവിൻ്റെ കൂടെ ബൈക്കിൽ കയറിയതും തലവേദന പറഞ്ഞു പോയ ആൾ ദേ PT ഉഷയെ പോലെ ഓടി വരുന്നത് കണ്ട് പൊന്നു ഒന്ന് ചിരിച്ചു. അപ്പുവിൻ്റെ കണ്ണുകൾ ദേവുവിനെ നോക്കാതെ ഇരുന്നില്ല. അവർ കണ്ണിൽ നിന്നു മായും വരെ ദേവ് അവരെ നോക്കി നിന്നു. വാത്സല്യം നിറഞ്ഞ ചിരി അവൻ്റെ ചുണ്ടിലുണ്ടായിരുന്നു.